ചിക്കൻ്റെ നല്ല കാല് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കാല് ഒന്നും പറയാ, സൂപ്പർ ബിരിയാണി. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രസം വിനീത് കുമാർ. ഇന്ന് ഞങ്ങൾ കോൺക്രീറ്റിന്റെ വർക്കായിരുന്നു. അങ്ങനെ കോൺക്രീറ്റിന്റെ വർക്ക് കഴിഞ്ഞപ്പോൾ പണിസ്ഥലത്ത് ഇക്കായി ഞങ്ങൾക്ക് ബിരിയാണി തന്നു. അപ്പോൾ ബിരിയാണി ഇതേപോലെ ഉണ്ടോ, പെപ്സി ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് അടി കാണാം. ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെ ബിരിയാണി കഴിക്കണമെന്നാണ്. കണ്ടിട്ട് നിങ്ങൾ തെരയൊന്നും വിളിക്കരുത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുമെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞങ്ങൾക്ക് കോൺക്രീറ്റിന്റെ വർക്കായിരുന്നു. അപ്പോൾ ഏകദേശം ഉച്ചയൂണിന്റെ സമയമായി കഴിഞ്ഞിരിക്കുന്നു. രാവിലത്തെ ദോശയും ചായയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇക്കായി നാരങ്ങവെള്ളം കലക്കി തരുമായിരുന്നു. ഏകദേശം ഒരു 12:30 ആയപ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഊണ് കഴിക്കേണ്ട സമയമായി, ഭക്ഷണം കഴിക്കണ്ടേ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഭക്ഷണം കഴിച്ചാൽ മാത്രം പോരല്ലോ, വർക്ക് നടക്കണ്ടേ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഭക്ഷണത്തിനൊന്നും കുറവ് വരാൻ പാടില്ല, എൻ്റെ വീട്ടിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊന്നും വിഷമിച്ച് പോകാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേര് ബഷീർ എന്നാണ്. എന്താ സ്പെഷ്യല്? ബിരിയാണിയാ. ആഹാ, എന്നാ പോയിരിക്കണം. നല്ല ചിക്കൻ ബിരിയാണിയാ വന്നിരിക്കണത്. ഗൈസ്, നല്ല ചിക്കൻ ബിരിയാണി കേട്ടോ. ചിക്കൻ്റെ നല്ല കാല് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ചിക്കൻ കാല്. അപ്പൊ നമുക്ക് ബിരിയാണി കൊണ്ട് പോകണം. കച്ചമ്പർ എടുക്കുക, ലേശം അച്ചാറും കൂടി മിക്സ് ചെയ്തിട്ട് സൂപ്പർ ബിരിയാണി. നമ്മൾ ചിക്കൻ ടേസ്റ്റ് നോക്കാം. സോഫ്റ്റ് ആണ് ചിക്കൻ, വെരി ടേസ്റ്റ്, വെരി ടേസ്റ്റ്. എടുക്കാം. Wow, excellent, excellent, very tasty. ഞാൻ കറിയാണ് കേടാ. കറക്റ്റായിട്ട് മസാലയൊക്കെ കറക്റ്റായിട്ട് ഒരു വെറൈറ്റി ബിരിയാണിയാണ്. നമ്മൾ സാധാരണ കഴിക്കുന്ന ബിരിയാണി പോലെയല്ല. കറിയാപ്പൂ അതുപോലെ തന്നെ കറുകപ്പട്ടൊക്കെ കറക്റ്റായിട്ട് നല്ല മിക്സിങ് ആണ്. ചിക്കനൊക്കെ അങ്ങനെ ഉണ്ടോ, കറക്റ്റായിട്ട് കണ്ടോ, വെന്തുണ്ട്. ഒരു ടേസ്റ്റിയാണ്, ഒരു ടേസ്റ്റ്. ഇക്കായി ബിരിയാണിന്റെ പേരെന്താ? ദം ബിരിയാണി. അത്ര കോഴിക്കോടൻ ദം ബിരിയാണി. ഇക്കായി പണ്ട് ഒരു ഗൾഫിൽ ജോലിക്കാരനായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഡ്രൈവറായിരുന്നു ഗൾഫിൽ. അപ്പോൾ അവന് ഹോട്ടലിൽ പണിക്കാരെ സപ്ലൈക്കൊക്കെ ഉണ്ടാക്കിയതായിരുന്നു. അങ്ങനെ ആ ഹോട്ടലിൽ ബിരിയാണി വെക്കാനായിട്ട് അവിടെ നിന്ന് പഠിച്ചത് പോയി. പറയാ, സൂപ്പർ ബിരിയാണി. അപ്പൊ ഇതേപോലെ ബിരിയാണി കഴിക്കുക, എല്ലാവരും കഴിക്കുക, നല്ല ടേസ്റ്റിയാണ്. അത് പെപ്സി കുടിക്കാം. അപ്പൊ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേപോലെ ആരെങ്കിലും ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യും, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ എപ്പിസോഡ് കാണാം. ഗുഡ് ബൈ.